വെൽക്കം ടു ബയോളജി മൈ പാഷൻ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എങ്ങനെ ഒരു നല്ല ടൈം ടേബിൾ ഉണ്ടാക്കാമെന്നാണ്. ഞാൻ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി നിങ്ങളുടെ മുന്നിലേക്ക് തരാനല്ല ഉദ്ദേശിക്കുന്നത്, പകരം എങ്ങനെ ഒരു നല്ല ടൈം ടേബിൾ ഉണ്ടാക്കാൻ നിങ്ങളെ സഹായിക്കാമെന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ഇപ്പോൾ പലരും ഇപ്പോൾ മോഡൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യായിരിക്കും, അല്ലെങ്കിൽ ഒരു മോഡൽ കഴിഞ്ഞ് കാണാം. എന്തായാലും നമ്മളെല്ലാവരും ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം. അതല്ലെങ്കിൽ തന്നെയും ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഈ ടിപ്സ് ഉപയോഗിക്കാവുന്നതാണ്. ടൈം ടേബിൾ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു പ്ലാനിങ് എന്നതാണ്. ചുമ്മാ പഠിച്ചു പോകുന്നതിനേക്കാൾ ഒരു പ്ലാൻ വെച്ച് പഠിക്കുമ്പോൾ സക്സസ് റേറ്റ് കൂടുതലാണ്. നമുക്ക് ഒരു ദിശാബോധം ഉണ്ടാവുകയും നമ്മൾ അതിലേക്കായിട്ട് കൂടുതൽ വർക്ക് ചെയ്യാൻ കമ്മിറ്റഡ് ആവുകയും സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ ഒരു പഠനം നടക്കുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും ടൈം ടേബിൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് നിങ്ങൾ അംഗീകരിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, ടൈം ടേബിൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കസ്റ്റമൈസ്ഡ് ആയിരിക്കണം. ആരുടെയെങ്കിലും ടൈം ടേബിൾ അതുപോലെ റെഡിമെയ്ഡ് എടുത്ത് ചെയ്താൽ അതൊരിക്കലും നടക്കണമെന്നില്ല, അതൊരു പരാജയമായിരിക്കും. നിങ്ങളുടെ ഫ്രീ ടൈം, നിങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സസ് അല്ലെങ്കിൽ നിങ്ങളുടെ ട്യൂഷൻ്റെ ടൈമിംഗ്, നിങ്ങൾക്ക് എത്ര സമയം പഠിക്കാൻ അവൈലബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റ് എൻ്റർടൈൻമെൻറ്റ്സ് എന്തെങ്കിലും ലൈഫിലുണ്ടോ, അല്ലെങ്കിൽ മറ്റ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാനുണ്ടോ, അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങളുടെ അവൈലബിലിറ്റി വെച്ചിട്ട് ടൈം ടേബിൾ ചെയ്യാൻ. രണ്ടാമതായിട്ട് ഓർക്കേണ്ട കാര്യം, ടൈം ടേബിൾ എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കണം. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല, അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ 100% നമുക്ക് ഇതിലോട്ട് സ്റ്റിക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ ഒരു ദിവസം നമുക്ക് പറ്റിയെന്ന് വരില്ല. എല്ലാ ദിവസവും ഒരുപോലെ പ്രൊഡക്റ്റീവ് ആകണമെന്നില്ല. ചില ദിവസം നമുക്ക് ഒരു മടിയായിരിക്കാം, ലെത്താർജിക്കായിരിക്കാം, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും എമർജൻസി വരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സുഖമില്ലാതാകാം, അല്ലെങ്കിൽ സ്കൂളിൽ ഒരു എക്സ്ട്രാ ക്ലാസ്സോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിൻ്റെ പാർട്ടിയോ എന്തെങ്കിലും വന്ന് നമുക്കത് ഡീവിയേറ്റ് ആയി പോകാം. പക്ഷെ സാധാരണ കുട്ടികൾ കണ്ടുവരുന്നത്, നമ്മൾ ഒരു ദിവസം ടൈം ടേബിളിൽ നിന്നൊന്ന് മാറിപ്പോയാൽ അതോടെ ആ ടൈം ടേബിൾ അങ്ങ് മടുത്തു, ഞാൻ വിട്ടുപോയി, ടൈം ടേബിളിൽ നിന്ന് വിട്ടുപോയി, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് മൊത്തം അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറേ സമയം എടുത്തുണ്ടാക്കിയ ടൈം ടേബിൾ വേസ്റ്റായി പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ഒരു ദിവസം മാറിയാലും 2 ദിവസം മാറിയാലും 99% ടൈം മാറിപ്പോയാലും 100ാമത്തെ സമയം നിങ്ങൾ അതിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യുക. കുഴപ്പമില്ല, 1-2 ദിവസം പോയത് പോട്ടെ. നിങ്ങൾ 3ാമത്തെ ദിവസം തൊട്ട് പഠിച്ചു തുടങ്ങുക. ആ ടൈം ടേബിളിൽ ആ പോയ ദിവസം നമുക്ക് പിന്നീട് കോമ്പൻസേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, എപ്പോഴും അത് മനസ്സിൽ വെച്ചിട്ട് വേണം ടൈം ടേബിൾ ഉണ്ടാക്കാൻ. ഈ ലോകത്ത് ആരും ഇങ്ങനെ കറക്റ്റ് കാണിക്കുന്നത് പോലെ ടൈം ടേബിൾ സ്റ്റിക്ക് ചെയ്തല്ല പോകുന്നത് എന്നും പറഞ്ഞാൽ അത് എക്സ്ക്യൂസ് ആകാനും പാടില്ല. നിങ്ങൾ അതിൽ കഴിയുന്നത് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ശ്രമിക്കുക. ഇൻ കേസ് ഡീവിയേറ്റ് ചെയ്താൽ തിരിച്ച് അതിലേക്ക് തന്നെ വരിക. ഇനി നമുക്ക് എങ്ങനെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കണം എന്ന് നോക്കാം. എപ്പോഴും ടൈം ടേബിൾ ഉണ്ടാക്കാൻ നിങ്ങൾ ആദ്യം 3 കാര്യങ്ങളാണ് റെഡിയാക്കി വെക്കേണ്ടത്. ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റിലും പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഒന്ന് എഴുതി വെക്കുക. ഒരു ചെറിയ ബുക്ക്ലെറ്റ് പോലെയോ ഒക്കെ എടുത്തിട്ട് അതിൻ്റെ ഓരോ പേജിൽ, ഇപ്പോൾ ഫിസിക്സിൽ ഇത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, നിങ്ങൾക്കറിയാം, അത് ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ കയ്യോ എന്തിനാ എഴുതുന്ന, ടൈം വേസ്റ്റ് എഴുതുന്ന അല്ല, നിങ്ങളത് ഒരിക്കൽ കൂടി അത് എഴുതിയെടുക്കുക. കെമിസ്ട്രി അല്ലെങ്കിൽ ബയോളജി അല്ലെങ്കിൽ ലാംഗ്വേജസ് ഉണ്ടെങ്കിൽ അത് എല്ലാ ചാപ്റ്റേഴ്സും ഒന്ന് എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, ഇത്രയും എനിക്ക് പഠിക്കാനുണ്ടല്ലോ എന്ന്. ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ കലണ്ടർ എടുത്ത് വെച്ചിട്ട് ഒരു പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളതാണ്. അത് കഴിയുന്നതും അന്നേ ദിവസം മുതൽ അല്ലെങ്കിൽ പിറ്റേ ദിവസം മുതലുള്ള ഡേറ്റ് ഇട്ടിട്ട് മന്ത്ലി പ്രിപ്പയർ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങളുടെ എക്സാമിന് അധിക ദിവസം ഇല്ലെങ്കിൽ എക്സാമിനേഷൻ വരെയുള്ള ടൈമിന് നമുക്ക് ഒന്നിച്ചും പ്രിപ്പയർ ചെയ്യാം. ഇത് 2 തരത്തിലാണ് ഞാൻ ചെയ്യാറുള്ളത്. ഇങ്ങനെ ഒരു കോളം ഉണ്ടാക്കിയാൽ വളരെ ഇഫക്റ്റീവ് ആയിരിക്കും. ഇതിലിപ്പോൾ ഞാൻ 26ാം തീയതി തൊട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ എഴുതിയിട്ട് അത് കലണ്ടറിലെ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യണമെന്നില്ല. നമ്മൾ സ്റ്റാർട്ടിങ് ഡേറ്റ് തൊട്ട് അങ്ങ് എഴുതി പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ന് മൺഡേ ആണ്, ട്യൂസ്ഡേ, വെൻസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ അങ്ങനെ അങ്ങ് പോവാം. അപ്പോൾ അതിൻ്റെ സൈഡിൽ അതും കൂടി അങ്ങ് എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്ലാൻ അല്ല വേണ്ടതെങ്കിൽ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കാം. ഒരു സൈഡിലെ ഡേറ്റും ഡേയും എഴുതി പോവുക. അതിന് എഗൻസ്റ്റ് ആയിട്ട് നിങ്ങൾ അന്ന് എന്താണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കൂടി എഴുതി വെക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യത്തെയാണ് കുറച്ചും കൂടെ വിഷ്വലി ഇഫക്റ്റീവ് ആയിട്ടുള്ളത്. നമ്മുടെ ആദ്യത്തെ മെത്തേഡാണ്. അതായത് ഇങ്ങനെ ആകുമ്പോൾ ഇതിലിപ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സോ വല്ലതും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സാം ഇപ്പോൾ ടൈം ടേബിളും കൂടെ ഇൻക്ലൂഡഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് വേറൊരു മഷീൻ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അപ്പം എല്ലാ മന്തിലും ഇങ്ങനെ ഒരു പ്ലാനർ ഉണ്ടാക്കിയാൽ അത് വളരെ എഫക്റ്റീവ് ആയിരിക്കും. പരീക്ഷയ്ക്ക് മാത്രമല്ല, നമുക്ക് മെയിൻ ഡേറ്റ്സ് ഒക്കെ നോക്കാനും അല്ലെങ്കിൽ പ്ലാൻ ചെയ്യാനും ഒക്കെ കഴിയും. ഇനി നിങ്ങളുടെ 3ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു ടൈം ഷെഡ്യൂൾ കൂടെ ഉണ്ടാക്കി വെക്കുക. ഏത് സമയത്താണ് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. കറക്റ്റ് 7 തൊട്ട് 7 വരെ അല്ലെങ്കിൽ 7 തൊട്ട് 8 അങ്ങനെയൊന്നും അല്ല വെക്കേണ്ടത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ടൈം ബ്ലോക്സ് ഉണ്ടാക്കുക. എനിക്കിപ്പം രാവിലെ എണീക്കാനാണ് ഇഷ്ടമെങ്കിൽ ഒരു 4 മണി തൊട്ട് 6 മണി വരെയോ, അല്ലെങ്കിൽ രാവിലെ 6 തൊട്ട് 10 വരെയോ, അതെല്ലാം നിങ്ങളുടെ പേഴ്സണൽ അതായത് കസ്റ്റമൈസ് ചെയ്യേണ്ടിയിരിക്കും. കാരണം നിങ്ങളുടെ ക്ലാസ്സസ് ഉണ്ടാവാം, ട്യൂഷൻ ഉണ്ടാവാം, ചിലപ്പോൾ സ്കൂളിൽ എക്സ്ട്രാ ക്ലാസ് ഉണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സസ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോച്ചിങ്ങിന് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അതെല്ലാം കൺസിഡർ ചെയ്തിട്ട് അതെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം ആയിരിക്കണം നിങ്ങൾ പഠിക്കാനായിട്ട് മാറ്റി വെക്കേണ്ടത്. അതിലും 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ ബ്ലോക്സ് ആയിട്ട് തിരിച്ചിട്ട് ആ ബ്ലോക്കിൽ എന്തൊക്കെയാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് എഴുതേണ്ടത്.
ഇനി ആ ബ്ലോക്കിനകത്ത് നിങ്ങൾക്ക് ചെറിയ ബ്രേക്ക് എടുക്കാം. 2 മണിക്കൂറൊന്നും ഒന്നിച്ചിരുന്ന് പഠിക്കുന്ന അത്ര പോസിബിൾ ആവണമെന്നില്ല. അപ്പം ഓരോരുത്തരുടെ കഴിവിനനുസരിച്ച് ചിലർക്ക് 30 മിനിറ്റ് ആയിരിക്കും സ്പാൻ, അല്ലെങ്കിൽ 45 മിനിറ്റ്, അല്ലെങ്കിൽ 1 മണിക്കൂർ. അത് കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ബ്രേക്ക് എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ആദ്യത്തെ ലിസ്റ്റ് പ്രകാരം ഓരോ ചാപ്റ്റേഴ്സും ഈ കോളത്തിലൊക്കെ എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് അപ്പം തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് അതെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ അല്പം വൈകിട്ടുണ്ടെങ്കിൽ ഇനി എഴുതിയാൽ പോലും മുഴുവൻ എഴുതി തീർക്കാൻ പറ്റുമെന്ന് സംശയമാണ്. എങ്കിലും നിങ്ങളത് എഴുതുക. അറ്റ്ലീസ്റ്റ് അത് എഴുതി കഴിയുമ്പോൾ നിങ്ങൾ പാനിക് ആവരുത്, സമയം തികയുന്നില്ല എന്ന്. പകരം നിങ്ങൾക്ക് അത്രയെങ്കിലും നമ്മൾ ചെയ്യുന്നല്ലോ, ഇത്രയും തീർക്കാമല്ലോ എന്നുള്ളൊരു വിശ്വാസത്തോടെ തുടരുക. ഒപ്പം തന്നെ അതിന് കൂടുതൽ സമയം, അപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. കാരണം എനിക്ക് ഇത്രയും പഠിക്കാനുണ്ട് എന്നുള്ളൊരു ബോധം വരികയും നിങ്ങൾ കുറച്ച് കൂടുതൽ സമയം അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും കഴിയും. ഇപ്പോൾ എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഏതാണ്ട് എക്സാം ടൈം അടുത്ത് വരികയല്ലേ, ഇനി ഒരു മാക്സിമം 2 മാസം ഉണ്ട് നിങ്ങൾക്ക്. അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. നിങ്ങൾ പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നിന്നും ഒരു 2 മണിക്കൂറെങ്കിലും പഠന സമയം കൂട്ടാൻ നിങ്ങൾ ശ്രമിക്കുക. കുറച്ച് നിങ്ങളുടെ ഉറക്കം സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ടുള്ള ടൈം, അതല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയ ചിലവഴിക്കുന്ന സമയങ്ങൾ, നിങ്ങളുടെ പ്രയോറിറ്റി ഒന്ന് ഷിഫ്റ്റ് ചെയ്യണം. ഇനി കുറച്ച് ദിവസത്തേക്ക് പഠിത്തത്തിലേക്ക് ഫോക്കസ് ചെയ്യുക. ആദ്യത്തെ കുറച്ച് ദിവസം ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും, കാരണം നമ്മുടെ റൂട്ടീൻ മാറുകയാണ്. പക്ഷേ എന്നാൽ കൂടിയും നിങ്ങൾ അതിലേക്ക് കുറച്ച് ദിവസം ഒരാഴ്ച 2-3 ദിവസം ഡെലിബറേറ്റ് ആയിട്ട് കോൺഷ്യസ് ആയിട്ട് നിങ്ങളത് ഫോളോ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അതങ്ങ് എളുപ്പമായിട്ട് മാറും. പഠനം എന്ന് പറയുന്നത് അത്ര സുഖമുള്ള കാര്യമൊന്നും അല്ല, നമുക്കറിയാം. എന്നാലും അതൊരു സന്തോഷകരമായിട്ടുള്ള കാര്യമായിട്ട് എടുക്കുമ്പോഴാണ് നമ്മളതിൽ വിജയിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ടൈം ടേബിൾ ഉണ്ടാക്കാൻ കഴിയട്ടെ. ഈ ഒരു ടിപ്പൊക്കെ വെച്ച് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ടൈം ടേബിൾ ഉണ്ടാക്കുക. ആരുടെ ടൈം ടേബിൾ കോപ്പി ചെയ്യാതിരിക്കുക. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച്, പ്രയോറിറ്റിക്ക് അനുസരിച്ച് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി കഴിയുന്നത് അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അല്പമൊക്കെ ഡീവിയേറ്റ് ചെയ്യുന്നതിന് വീണ്ടും തിരിച്ചു വരിക. നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാമിന് നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഇനി മറ്റൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് സ്റ്റഡി ടിപ്സുമായിട്ട് വരാം. ടിൽ ദെൻ, ടേക്ക് കെയർ. Thank you for watching my video. Please like, share and subscribe to my channel, Biology My Passion.